ഗ്ലോബൽ വില്ലേജ്. ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ ഗ്ലോബൽ വില്ലേജിൽ ഒന്നും കൂടെ കറങ്ങാൻ വേണ്ടി വന്നിട്ടില്ലാന്ന്. എല്ലാവർക്കും ഗ്ലോബൽ വില്ലേജിലോട്ട് സ്വാഗതം. നമ്മൾ ഈദ് ഹോളിഡേയ്സ് ആയിട്ട് വന്നേക്കുന്നത് നമ്മുടെ പുറകെ കാണുന്ന ഗ്ലോബൽ വില്ലേജ് ആണ്. ഇത് ശരിക്കും 28ാമത്തെ സീസൺ ആണ്. 2024 ലാസ്റ്റ് മന്ത് ആണ്. ഒക്ടോബർ തൊട്ട് ഏപ്രിൽ വരെ നടക്കുന്ന ഒരു സീസൺ ആണ് ഗ്ലോബൽ വില്ലേജ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നു. ഇതിന്റെ ടിക്കറ്റ് കോസ്റ്റ് എത്രയാണ്, ഉള്ളിൽ എന്തൊക്കെയുണ്ട്, ഏതൊക്കെ പവിലിയൻസ് ആണ്, ബേസിക്കലി ഷോപ്പിംഗ്, എന്റർടൈൻമെന്റ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് കാണിച്ചു തരാമേ. റോണിക്കുട്ടാ, എത്ര നമ്മുടെ ഗ്ലോബൽ വില്ലേജിന്റെ ടിക്കറ്റിന്? നമുക്ക് ഒരാൾക്ക് 30 വരുന്നത്. സാധാരണ 25 വരാറ്. പക്ഷെ ഇപ്പോൾ ഈ പെരുന്നാളിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട്, മുടക്ക് ദിവസം ആയതുകൊണ്ട് ഇപ്പോൾ 5 രൂപ വരെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ടോട്ടലിൽ ഒരാൾക്ക് 30 വെച്ചാണ് വരുന്നത്. 30. അപ്പം നോക്കുട്ടനോ? ചെറിയ കുട്ടികൾക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ 2 വയസ്സ് താഴെ ആയതുകൊണ്ട് കുഴപ്പമില്ല. 3 വയസ്സിന് മീതൊക്കെ ആണെങ്കിൽ അവർക്കും ടിക്കറ്റ് എടുത്തു. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പോൾ ഈദ് ആയതുകൊണ്ട് 3 ദിവസം ഫാമിലീസിന് മാത്രമേ പറ്റുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റും. പിന്നെ അല്ലാത്ത ദിവസങ്ങളിൽ ചൊവ്വാഴ്ച ദിവസം ഫാമിലീസിന് മാത്രം, അല്ലാതെ എല്ലാവർക്കും കയറാൻ പറ്റും ഇതിൻ്റെ ഉള്ളിലോട്ട്. ഈ ടിക്കറ്റ്സ് അവിടെ കാണിക്കണം, സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കയറാം. എടാ, നീ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഞാനൊരു 9 വർഷം ഏകദേശമായി. 2015 അല്ലേ? നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി. അച്ചു അപ്പുറത്തെ സൈഡോടെ ബാഗ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ അത് സ്കാൻ ചെയ്യാൻ പോയേക്കുക. നമ്മളെ എൻട്രൻസ് ആണ് ഇവിടെ. ഇന്ന് ഫാമിലീസ് ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. പല പവീലിയൻസ് ഉണ്ട് ഇവിടെ. ആക്ച്വലി ഷോപ്പിങ്ങും പിന്നെ എൻ്റർടൈൻമെൻറ്റും ഫുഡും. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 70 കൺട്രീസിൻ്റെ പവീലിയൻസ് ഉണ്ട്. 70 കൺട്രീസ്. അതിൻ്റെ പവീലിയൻസിലൊക്കെ ഷോപ്പിങ്ങും ഫുഡും കാര്യങ്ങളാണ് ഗ്ലോബൽ വില്ലേജ്. അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് ഈദിൻ്റെ ഹോളിഡേയ്സ് ആയതുകൊണ്ട്. എങ്ങനെയുണ്ട് ഗ്ലോബൽ വില്ലേജ്? വളരെ മനോഹരമാണ്. ഇത് UK ഒരു സ്ഥലം പോലെ ഉണ്ട്. അപ്പുറത്ത് നമ്മുടെ ഇറ്റലിയുടെ എല്ലാം പല സ്ട്രക്ചേഴ്സ് അവർ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. ഈവനിങ് ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കളർഫുൾ ആക്കി കേട്ടോ. ക്രൗഡുണ്ട്, നല്ല ലൈറ്റ്സും ആയിട്ട് ഭംഗിയായി വരിക. പറഞ്ഞ ഒരു കാര്യത്തിലുണ്ടല്ലോ, കോസ്റ്റിൻ്റെ കാര്യത്തിൽ വീക്കെൻഡ്സിലും പബ്ലിക് ഹോളിഡേയ്സിലും 30 ദിറമാണ്. വീക്ക് ഡേയ്സിലാണെങ്കിൽ 25 ദിറംസ് ആണ് ഒരാൾക്ക്. അങ്ങനെയാണ് ഇതിൻ്റെ കോസ്റ്റിംഗ് പാർട്ട്. നോക്കിയേ, ഇത് നമ്മുടെ താജ്മഹാലിൻ്റെ ഒരു റെപ്ലിക്കയാണ് ഇവരിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഉള്ളിലോട്ട് ഫുള്ള് പല പവീലിയൻസ് കേട്ടോ. കുവൈറ്റ് പവീലിയൻ ആയിരുന്നു. അവിടോട്ട് യമൻ, മുന്നോട്ട് മൊറോക്കോ ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. നമ്മൾ ലാസ്റ്റൊക്കെ അതിലേ വന്ന് കറങ്ങാം. അപ്പുറത്തൊരു ടർക്കിയുടെ പവീലിയൻ ഉണ്ട്. ടർക്കിയുടെ എല്ലാത്തിനകത്തും ബേസിക്കലി ഈ ഷോപ്പിങ്ങും സാധനങ്ങളും ഫുഡും ഒക്കെയാണ്. ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് റോണിക്കുട്ടാ, നമുക്കൊരു ജ്യൂസോ വല്ലതും പോയി കുടിച്ചാലോ? വേണ്ട, നമുക്ക് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് നമുക്കൊരു അടിച്ചായ ആയാലോ? അടിച്ചായോ? ഇന്ത്യ പവീലിയൻ ഉണ്ടല്ലോ അല്ലേ? ഇതോ അവിടെ ഇതോ നേരെ നമുക്ക് ഇന്ത്യ പവീലിയൻ ഉണ്ട് കേട്ടോ. ടർക്കിഷ് ഐസ്ക്രീം ഉണ്ടല്ലോ, ഇവർ പറ്റിക്കാറില്ലേ? Vay maşallah, haydi. Haydi. Tamam, yes. Like, ring. Hey. Thank you so much. Come on. Haydi. Vay maşallah. എന്തൊക്കെയാണ് എല്ലാ രാജ്യത്തെയും മെയിനായിട്ടുള്ള കാര്യങ്ങൾ കാണാം. അതായത് ഓരോ പവലിയനിലും അവരവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്ക് എന്താ പറയുക, എല്ലാ രാജ്യത്തും ഒറ്റടിക്ക് പോയ പോലുള്ള ഒരു ഫീല് നമുക്കുണ്ടാവും. പിന്നെ അവരുടെ വെറൈറ്റി ആയിട്ടുള്ള അതാണോ കവി ഉദ്ദേശിച്ച ഉത്തരം? അതേതാ? കോമഡിയാണ്. ഇക്കിളിട്ട് ചിരിപ്പിക്കുക. ഇവിടെ മൊറാക്കോ പവീലിയനും ഈജിപ്ത് പവീലിയനും ഉണ്ട്. അപ്പോൾ അവിടെ ഒക്കെ വിസയും ടിക്കറ്റ് ഇല്ലാതെ ഉള്ളിൽ കയറാമെന്നാണ് കവി ഉദ്ദേശിച്ചത്. ലാസ്റ്റ് ചിരി വരുമെന്നാ തോന്നുന്നത്. ഈജിപ്ത് പവീലിയൻ്റെ ഉള്ള കേട്ടോ. അത്യാവശ്യം ഷോപ്പിങ്ങും സാധനങ്ങളും ഡ്രസ്സ്, അതാണ് ഈ ഈജിപ്ത് പവീലിയൻ. എല്ലാ പവീലിയനും ഇതുപോലെ അവരുടെ ഒരു കൾച്ചറൽ ഐറ്റംസ്, അവിടെ ഫേമസ് ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ, ഷോപ്പിംഗ് ബേസിക്കലി. അച്ഛൻ്റെ വലിയൊരു സങ്കടമല്ലേ ഞാൻ ഒരു കൺട്രിയും കൊണ്ടുപോകുന്നില്ല എന്ന്. ഇത് ഈജിപ്റ്റ്, അടുത്തത് ഞാൻ മൊറോക്കോ കൊണ്ടുപോവേ. പിന്നെ പറയരുത് ഒരു കൺട്രിയും കൊണ്ടുപോയിട്ടില്ല എന്ന്. ഇതിൻ്റെ അപ്പുറത്ത്
ഐസ് മലയോ? സ്വിറ്റ്സർലാൻഡിൻ്റെ പവീലിയൻ ഉണ്ടോ നോക്കട്ടെ. ബലൂൺ വേണമെന്നും പറഞ്ഞിട്ട് റോണിക്കുട്ടൻ അതിൻ്റെ വില ചോദിക്കുക. നമ്മൾ ഇന്ത്യ പവീലിയൻ എത്തി. ഇവിടെ ഒരു ചാറ്റ് ബസാറുണ്ട്. ഇവിടെ മറ്റേ ദോശ, ചായ, ഫലൂഡ, അങ്ങനെ കുറേ സാധനങ്ങളുള്ള ഒരു ഏരിയ ആണ് ഇവിടെ ഇന്ത്യ പവീലിയനോട് ചേർന്ന്. അപ്പോൾ ഇന്ത്യയിലും ചായ കിട്ടുമോയെന്ന് നോക്കി വന്നതാണ്. വെറൈറ്റി ഓഫ് ചായകളുള്ള സ്ഥലം. ഇവിടെ ഫലൂഡ ഹൗസ്, തൊട്ടപ്പുറത്ത് മോമോസ് ഉണ്ട്. അവിടെ ബോംബെ പിസ്സ, സാൻഡ്വിച്ചസ്, ഡേസി ചാട്ട്സ്, അങ്ങനെ ഫുള്ള് കുറേ ഫുഡ് ഐറ്റംസ് ആയി ഈ സ്ഥലത്ത്. നമ്മളിങ്ങനെ എന്താ ഒരു വെറൈറ്റി ഇങ്ങനെ നോക്കുക. പക്ഷെ എല്ലാം ഉണ്ടല്ലോ, ഒരു ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിലായതുകൊണ്ടായിരിക്കും അത്യാവശ്യം കത്തിയ മിനിമം 20 to 30 dirhams ആണ്. ഇന്ത്യയുടെ പവീലിയൻ അങ്ങനെ നമ്മളൊന്ന് കയറി നോക്കുക. അടിച്ചായ എന്ന് പറഞ്ഞിട്ട് കട്ടൻ ചായ എവിടുന്നോ ഒപ്പിച്ച് കിട്ടി. ബാക്കിയെല്ലാം വേറെ പല ടൈപ്പ് ചായയും സാധനങ്ങളാണ്. ഫുള്ള് ഷോപ്പിംഗ് ഐറ്റംസ് കേട്ടോ ഇന്ത്യ പവീലിയൻസ്. ഡ്രസ്സ്, നമുക്ക് ബാഗ്സ്, ഷൂസ്, അങ്ങനത്തെ ഐറ്റംസാണ് ഇവിടെ ഫുള്ള്. എല്ലാ പവീലിയൻസ് കേട്ടോ. ഇതിപ്പോൾ ഇന്ത്യ പവീലിയനാണ്, പക്ഷേ എല്ലാ പവീലിയൻസിലും അങ്ങനെ ചെരുപ്പ് എല്ലാം അതിൻ്റെ ഒരു റേറ്റാണ് 100 dirhams. പിന്നെ ഒബ്വിയസ്ലി ഇവർക്ക് നല്ല കോസ്റ്റ് ആയിരിക്കുമല്ലോ ഇവിടെ റെൻറ്റൽസിനൊക്കെ. അപ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ ഒരു കോസ്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ അവർ കൊടുക്കുന്ന സാധനങ്ങൾക്കൊക്കെ. എന്ത് പറ്റി രമണ? ഇതിപ്പോൾ നമ്മുടെ ചൈന പവീലിയൻ കേട്ടോ. ചൈന പവീലിയനിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ബാക്കി ഗെയിംസും കാര്യങ്ങളൊക്കെ. ജപ്പാൻ്റെ പവീലിയൻ്റെ സൈഡിലാണ് നമ്മുടെ കാർണിവൽ. ഇത് ജപ്പാൻ പവീലിയൻ, അതിൻ്റെ അപ്പുറത്ത് തായ്ലൻഡ്. ഇവിടെയാണ് ഫുള്ള് കാർണിവലും ആർക്കേഡും ഗെയിംസും ഒക്കെ വരുന്നത്. ഇതിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഹുക്കേ ഡക്ക്, നമുക്ക് എറിഞ്ഞു വീഴ്ത്തുന്ന സംഭവങ്ങൾ. അവിടെ ഒരു ആർക്കേഡ് ഉണ്ട്, ഗെയിംസ് ആർക്കേഡ്. ഒരു കാർഡ് അവിടെ നിന്ന് മേടിക്കണം, എന്നിട്ട് വന്ന് ഏതൊക്കെ ഇതിലോട്ട് ചെയ്യണം നമുക്കതിലോട്ട് ഗെയിംസും സാധനങ്ങളൊക്കെ നോക്കാം. ഓണിക്കുട്ടനും ഇത് ഹാമർ അടിച്ച് കളിക്കാം. ഒരു ഹോണ്ടഡ് ഹൗസാണ്, അതിലോട്ടുള്ള ഒരു എൻട്രൻസാണ്. കുട്ടികൾക്കൊക്കെ പേടിക്കാനുള്ളൊരു സംഭവമായിരിക്കും. അതിൻ്റെ ഒരു ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ഒരു സാധനം കണ്ടോ, അതുപോലത്തെ ഒരു കാറിൽ കയറി ഓരോ സ്ഥലത്തൂടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകും. ഇടയ്ക്ക് സംഭവങ്ങൾ കുറേ ചാടിച്ച് നമ്മളെ പിടിപ്പിക്കാനൊക്കെ നമുക്ക്, അത്രേ ഉള്ളൂ. ഇതോ മോളിൽ കിടന്ന് മഴയായിട്ട് കറങ്ങുന്നത് കണ്ടോ. അത്യാവശ്യം ചാറുന്നുണ്ട് ഇവിടെ, എന്നാലും ആൾക്കാരൊന്നും ഇറങ്ങിയിട്ടില്ല. വീലുണ്ട്, ഒരു വീഗലാൻഡിൽ കിടക്കുന്ന ഒരു സ്പേസ് ഗൺ ഇല്ലേ, ഇതോ ആ ഒരു സ്പേസ് ഗണ്ണിൻ്റെ ഒരു റെപ്ലിക്ക പോലെ ഉണ്ട് ഇവിടെ. നമ്മുടെ നോക്കുട്ടൻ ഒരു പാവയ്ക്ക് വേണ്ടി ഒന്ന് എറിഞ്ഞു നോക്കുന്നുണ്ട്. 2 എണ്ണം അതിൽ വീണാൽ നമുക്ക് ഒരു പാവ കിട്ടും. കമോൺ റോണി. അതിനൊരു നാക്കുണ്ട്, നമ്മൾ വിചാരിക്കുക എളുപ്പമാണ്, പക്ഷെ അത്ര എളുപ്പമല്ല. ഒരെണ്ണം വീണു, ഒരെണ്ണം കൂടെ കിട്ടിയാൽ നമുക്ക് കിട്ടി. സ്പീഡ് കാണുന്നുണ്ടോ എൻ്റെ പൊന്നോ. ഷൂട്ട് ഔട്ട് ആ ഫുട്ബോള് ആ പറഞ്ഞ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയാൽ നമുക്കൊരു വലിയ പിക്കാച്ചു കിട്ടും. ജസ്റ്റ് മിസ്. ഇതാണ് സ്ലിംഗ് ഷോട്ട്. ഇതാ പോകുന്നുണ്ടോ. ആഞ്ഞറിയേ. ആ എല്ലാം താഴെ പോണം. ബ്രോ അവിടെ ഇരുന്ന് തോക്ക് ഷോട്ട് ചെയ്യാൻ വേണ്ടി എന്തോ കാണിച്ചോണ്ടിരിക്കുക. ഇതായതുകൊണ്ട് ഫയർ വർക്ക്സും ഉണ്ട്. അങ്ങനെ ഫൈനാലെ ആയിട്ട് 9 മണിക്കത്തെ ഫയർ വർക്ക്സും കൂടെ കാണാൻ പറ്റി. ഡാർട്ട് എറിഞ്ഞ് ബലൂൺ പൊട്ടിക്കുന്നുണ്ടായിരുന്നു.
കഷ്ടപ്പെട്ടിട്ട് 2 എണ്ണം പൊട്ടി. നമുക്കൊരു കുഞ്ഞു ടോയ് കിട്ടി, കാണിക്കാമേ. എങ്ങനെയുണ്ട് ഡോൾ, ഇഷ്ടപ്പെട്ടോ? അങ്ങനെ പറഞ്ഞെങ്കിലും കിട്ടിയല്ലോ. അടുത്ത ഒരു റീബൗണ്ട് കളി കളിച്ചു. ഈ റീബൗണ്ട് കളി ഒരു ബോളിൻ്റെ അകത്ത് ഡ്രോപ്പ് ചെയ്താൽ നമുക്ക് ഒരു പാവ കിട്ടും. അങ്ങനെ ആ ഒരു കളിയും കൂടെ നമുക്ക് ഭാഗ്യത്തിന് സെറ്റായി. റോണിക്കുട്ട സമ്മാനം കാണിച്ചേ. അങ്ങനെ ഒരു കുഞ്ഞു പാവയും ഒരു വലിയൊരു പാവയും കൂടെ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. അമേരിക്കയുടെ പവീലിയൻ ഉണ്ട് ഇപ്പുറത്തെ. ഇവിടെ തായ്ലാൻഡിൻ്റെ പവീലിയൻ. നമ്മൾ ഓൾമോസ്റ്റ് അത്യാവശ്യം ഗെയിംസ് ഒക്കെ കളിച്ചു. ഇനിയിപ്പം നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയി UAE പവീലിയനൊക്കെ ഉണ്ട്, അതിലങ്ങ് പോയിട്ട് ഞങ്ങൾ മെല്ലെ പുറത്തോട്ട് ഇറങ്ങും. ഓൾമോസ്റ്റ് ഒരു 10 മണിയായി. നമുക്ക് വീട്ടിലെത്തണമെങ്കിൽ ഒരു 1 hour ഡ്രൈവ് അടുത്തുണ്ട്. ഇത് റോഡ് ഓഫ് ഏഷ്യ പവീലിയനാണ്. ചിലതിലൊക്കെ കണ്ടു, അവിടെ മോളിലൊക്കെ ഓരോ പവീലിയൻസിൽ ഓരോ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസാണ് ഇവർ ഹോൾഡ് ചെയ്യുക. നല്ല തിരക്കുണ്ട്. ഈദ് ഹോളിഡേയ്സിൻ്റെയാ, നല്ല തിരക്കുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ വരുമ്പോൾ ഇത്രയും ഒന്നും തിരക്കില്ല. പ്ലീസ് ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഗ്ലോബൽ വില്ലേജിൽ ഐ തിങ്ക് ഈ വർഷമോ കഴിഞ്ഞ വർഷമോ കുറച്ച് വർഷം ആയേ ഉള്ളൂ. ഇതൊരു അമേരിക്കൻ ഫ്രാഞ്ചൈസിയാണ്. റോബർട്ട് റിപ്ലി എന്ന് പറഞ്ഞ ഒരാളുടെ. പല സ്ഥലത്തുണ്ട്, എനിക്ക് തോന്നുന്നു നമ്മൾ ആംസ്റ്റർഡാമിൽ കണ്ടു, യൂറോപ്പ്, പല സ്ഥലത്ത് റിപ്ലീസിൻ്റെ ഓരോ സ്ഥലങ്ങളുണ്ട്. ബേസിക്കലി വേൾഡിൽ നമുക്ക് വിശ്വസിക്കാത്ത കുറേ ബിസാർ ഇവൻറ്റ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത നടന്ന ഇവൻറ്റ്സ്, എക്വിപ്മെൻറ്റ്സ്, സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മ്യൂസിയം വിത്ത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് റിപ്ലീസ്. അതിൽ റിപ്ലീസിൻ്റെ ഒരു മിറർ മെയ്സും അതിൻ്റെ അകത്തുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഗ്ലോബൽ വില്ലേജിലുള്ളത്. ഒരു 50 dirhams അടുത്താണ് ഒരു പ്രൈവറ്റ് ടൂറ്. സാധാ ഒരു ഇതിൽ 45 AED ആണ് ഒന്ന് കയറി ഒന്ന് കാണാൻ. ഇതൊരു മനുഷ്യനാവുന്നുണ്ടോ, എന്തൊരു മെക്കാനിസമാണ്. റിപ്ലീസിൻ്റെ ഉള്ളിലാണ്. റിപ്ലീസിൻ്റെ ബ്രാൻഡിലുള്ള ഒരു ഗിഫ്റ്റ് ഷോപ്പും അതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് സുവനീഴ്സും കാര്യങ്ങളൊക്കെ പോലെയാണ് ഇവിടെ. യൂറോപ്പ് പവീലിയൻ, റഷ്യ പവീലിയൻ, ആഫ്രിക്ക പവീലിയൻ, പിന്നെ ഇവിടെ ഒരു ഇന്ത്യ പവീലിയൻ്റെ ഒരു ഷോ നടക്കുന്നുണ്ട് കേട്ടോ സ്റ്റേജിൽ. എല്ലാ ദിവസവും ഓരോ ഇവൻറ്റ്സ് ഉണ്ടാവും. അത്യാവശ്യം ക്രൗഡുണ്ട്, ഡാൻസും കാര്യങ്ങളൊക്കെ കാണാൻ. കാണിച്ചു തരാവേ. ഈ ഇവൻറ്റ് നടത്തുന്ന ഇന്ത്യ പവീലിയനാണ്. ഒരു ഡാൻസ് ഉണ്ട്. ക്രൗഡ് നോക്കിയാൽ എന്തോരം ക്രൗഡാണ്. നല്ല ക്രൗഡ്. കയറുന്നത് ആഫ്രിക്ക പവീലിയൻ്റെ ഉള്ളിലാണ്. ആഫ്രിക്ക പവീലിയൻ്റെ ഉള്ളിൽ തന്നെ മോളിൽ കണ്ടോ ആ ആനിമൽസ്. കെനിയയിലും അവിടെയൊക്കെ ബിഗ് 5 എന്നാണ് ഇവരെ വിളിക്കുക. ദ ബിഗ് 5 ആനിമൽസ് ഫോൺ മോസ്റ്റ്ലി ഇൻ ആഫ്രിക്കൻ റീജൻസ്. ആഫ്രിക്കൻ ടൈപ്പ് ഗുഡ്സ്, അവരുടെ പ്രോഡക്റ്റ്സ്, അവരുടെ ഒരു കൾച്ചറൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഡ്രസ്സ്, ഏതൊക്കെയാണ് കൂടുതലും ആഫ്രിക്കൻ പവീലിയനിൽ. പണ്ട് കെനിയയിലുള്ളപ്പോഴത്തേക്ക് ഇത് നമ്മൾ റോഡ് സൈഡിലും എല്ലാ കടയിലും കാണുന്ന ഫേമസാണ്. വുഡും കൊണ്ട് ഇവരുണ്ടാക്കിയേക്കുന്ന ഈ ഒരു ഡിസൈൻസ്, ആനിമൽസ്, സ്റ്റാച്യൂസൊക്കെ. ഇവർക്ക് ഈ സീഷെൽസ് വെച്ചിട്ട് ബീഡ്സ് വെച്ചിട്ടൊക്കെ ഓരോ ഡിസൈൻ ഉണ്ടാക്കുവേ. ഷൂസിലും കയ്യിലിടുന്ന ബാൻഡ്സും ബാഗ്സൊക്കെ കണ്ടാവും. ഇതിലും കൊണ്ട് ഒരു ഗുണമുണ്ട് കേട്ടോ, നമുക്ക് ഈ ആഫ്രിക്കൻ സൈഡിലോട്ടൊന്നും പോകണ്ട. അവിടുത്തെ കുറച്ച് സാധനങ്ങളും സുവനീഴ്സ്, കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങൾ ചെയ്യാനേ. ഇതിൻ്റെ അകത്ത് പല പല പവീലിയൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് അവരുടേതായ ചില അവിടെ മാത്രം ആ റീജൻസിൽ മാത്രം കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവർ വിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ടൈപ്പ് ഡ്രസ്സൊക്കെ ഉണ്ടോ, ഈ ടൈപ്പ് ഡ്രസ്സൊക്കെ ആഫ്രിക്കൻ സൈഡിലാണ് കൂടുതൽ കണ്ട് വരിക. ഞാൻ അല്ലാത്ത സ്ഥലങ്ങളിൽ പൊതുവെ കണ്ടിട്ടില്ല. പിന്നെ കുറേ കോസ്മെറ്റിക്കും. ഇത് ബേസിക്കലി ആഫ്രിക്ക പവീലിയൻ. നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എത്തി. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ എൻട്രൻസിൻ്റെ ഏകദേശം ഇവിടെ കേട്ടോ. നമ്മൾ ലാസ്റ്റ് വിചാരിച്ചത് തിരിച്ചിറങ്ങാൻ നേരത്ത് വിൽ ജസ്റ്റ് ഹാവ് എ ലുക്ക് ആൻഡ് സീ. ലാസ്റ്റ് ഇയർ ഓൾമോസ്റ്റ് ഈ ഒരു സമയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലോട്ടിംഗ് മാർക്കറ്റും ശരിക്കും ഈ ഒരു വാട്ടർ ഏരിയയിൽ, ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയേക്കുന്ന ഈ വാട്ടർ ഏരിയയിൽ അവിടെ ഒരു ഡിസൈൻ പോലത്തെ ഒരു സാധനമുണ്ട്. ഒരു ബോട്ടും ഒരു ഡ്രാഗൺ അങ്ങനെ ആയിട്ട് വരുന്നത്. അതിന് ചുറ്റിനും ഫുള്ള് ഷോപ്സാണ്, ഫുഡ് ഐറ്റംസ്. അപ്പോൾ
ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കോൺസെപ്റ്റ് ഇല്ലേ, തായ്ലൻഡിലൊക്കെ ഉണ്ട്. ആ വെള്ളത്തിൻ്റെ അപ്പുറത്തൂടെ കുറച്ച് കച്ചവടങ്ങൾ സാധനം ചെയ്യുന്നത്. ഓൾമോസ്റ്റ് സിമിലർ ബട്ട് ഫുഡ് ഐറ്റംസാണ്. എല്ലാം തായ് ഫുഡ് കേട്ടോ. തായ് ഫുഡ്, തായ് ഐറ്റംസ് ആണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നൊരു കോൺസെപ്റ്റ് കൂടുതലും ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് കൂടുതലും തായ്ലാൻഡിലാണ്. അപ്പം ആ ഒരു സിനാരിയോ പോലെ കൂടുതലും തായ് ടൈപ്പ് ഓഫ് ഫുഡ്. നമ്മൾ ആ ഒരു വെള്ളത്തിൽ കിടന്ന ബോട്ട്സാണ്, ബോട്ട്സിൻ്റെ ഉള്ളിൽ ഫുഡും കാര്യങ്ങളായിട്ടാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. നമ്മുടെ എൻട്രൻസിൻ്റെ ഓൾമോസ്റ്റ് തൊട്ടടുത്ത് കേട്ടോ ഇത്. ഷ്രിംപ്പൊക്കെ കണ്ടോ, ഷ്രിംപ് വെറൈറ്റീസ്. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ കിട്ടുന്ന സീ ഫുഡ്സ് എല്ലാം കൂടുതലും സീ ഫുഡാണ് ബേസിക്കലി. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കാണുന്നത് ഓൾമോസ്റ്റ് എല്ലാം ഫുഡ്സ് സീ ഫുഡ് ആൻഡ് മോസ്റ്റ്ലി ഇറ്റ്സ് ജസ്റ്റ് തായ് ടൈപ്പ് ഫുഡ് കേട്ടോ. തായ്ലൻഡ് ടൈപ്പ് ഫുഡാണ്. ഐ തിങ്ക് ഇവരുടെ തായ്ലൻഡിന് തന്നെ ഒരു പവിലിയൻ പോലെയാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കോൺസെപ്റ്റ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഗ്രിൽഡ് മസൽസ് ഉണ്ട്, മസൽസ് ഗ്രിൽഡ് വരുന്നുണ്ട്. ഒക്ടോപ്പസ് പോലത്തെ സാധനം കണ്ടോ, ഒക്ടോപ്പസ്. അവിടെ കണ്ട ബാങ്കോക്ക് ഗ്രിൽ, ഇവിടെ കാണുന്ന പുക്കറ്റ് ഗ്രിൽ. നത്തിങ് ബട്ട് സീ ഫുഡ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു 1 or 2 ഇതിൽ ഞാൻ ചിക്കൻ കണ്ടു, ബട്ട് മോസ്റ്റ്ലി ഈ എല്ലാം സീ ഫുഡാണ്. തായ് സ്പെഷ്യൽസ് ബേസിക്കലി. സീ ഫുഡ് ആക്ച്വലി വെറൈറ്റി കേട്ടോ. ഒരു തവണ ഞാൻ ഐ തിങ്ക് ഫുക്കറ്റിലായിരുന്നപ്പോഴത്തേക്ക് കഴിച്ചിരുന്നു. ഐ തോട്ട് എന്തോ ഒരു കോമഡി പോലെ തോന്നി, പക്ഷേ ഇഷ്ടപ്പെട്ടായിരുന്നു. ഇറ്റ് വാസ് നൈസ്. മസൽസ് കണ്ടോ സെറ്റാക്കിയേക്കുന്നത്, കമ്പിൽ കൊളുത്തിയേക്കുന്ന ഓക്ടോപ്പസ് ഒക്കെ കണ്ടോ. ഒരു രക്ഷയില്ലാത്ത മണം കേട്ടോ, അടിപൊളി മണം. നമുക്ക് കഴിക്കാൻ തോന്നും. ഒക്ടോപ്പസ് സ്മോള് 40 ദിറം, ലാർജ് 50 ദിറം. ലാസ്റ്റ് ഇയർ വരുമ്പോൾ ഇവരുടെ കുറച്ച് മാംഗോ റിലേറ്റഡ് ഡിഷസ്, മാംഗോ ചിപ്സ്, മാംഗോ സ്മൂതി, മാംഗോ വിത്ത് ഐസ്ക്രീം, മാംഗോ സ്റ്റേക്ക്, അങ്ങനെ മാംഗോയുടെ കുറേ ഇതായി കിട്ടുന്നതും പിന്നെ കോക്കനട്ടും. ഇത് രണ്ടും തായ്ലൻഡിൽ ഫേമസ് ആണല്ലോ, കോക്കനട്ടും മാംഗോസും. ഫിഷ് ഐറ്റംസ്, ന്യൂഡിൽസ് സാധനങ്ങൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വിത്ത് സ്പെഷ്യൽ തായ് ഫുഡ്സ്. അടിപൊളി. അങ്ങനെ വി ഹാവ് ഫിനിഷ്ഡ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും കറങ്ങി. ഇത് ശരിക്കും ഉണ്ടല്ലോ ഒരു തവണയും കൊണ്ടൊന്നും പറ്റില്ല കറങ്ങാൻ. അത്യാവശ്യത്തിനുണ്ട്. എല്ലാ പവിലിയൻസൊക്കെ കയറി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ടൈം എടുക്കും. ബട്ട് ഇറ്റ്സ് എ ഗുഡ് ടൈം. ആ ഒരു നല്ലൊരു വൈബാണ്. ഇറ്റ്സ് എൻ്റർടൈനിങ്. അത്യാവശ്യം ഫുഡ് സ്പോട്ട്സ് ഉണ്ട്, ഷോപ്പിംഗ് നല്ലതാണ്. ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് പേര് ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരെ ഇതിനു വേണ്ടിയായിട്ട് തന്നെ ഗ്ലോബൽ വില്ലേജ് കാണാൻ വരുന്നുണ്ട്. ഇറ്റ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. ലാസ്റ്റ് ഇയർ വന്നു, ദിസ് ഇയർ ഓൾസോ വാസ് റിയലി നൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു ഗ്ലോബൽ വില്ലേജ് എക്സ്പീരിയൻസ്? ഒരു 5-6 വട്ടം വരാനുണ്ട്. കാരണം ഞങ്ങൾ എല്ലാം ഒന്നും കയറാനും പറ്റിയില്ല. ഗെയിം സെക്ഷനിലായിരുന്നു ഞങ്ങൾ ഫുൾ ടൈം. സമ്മാനം ഇതാണ് ഞങ്ങളുടെ കുട്ടമ്പിള്ളേ. ഗ്ലോബൽ വില്ലേജ് ഇഷ്ടപ്പെട്ട കുട്ടമ്പിള്ളേ? നോക്കുട്ടൻ അവനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അവന് അധികം പറയാത്തത്. റോണിക്കുട്ടൻ താടിമേ തൂങ്ങുക. ഓൾമോസ്റ്റ് ഇവിടെ ഒരു 6 o'clock എത്തി. Now it's almost 10 o'clock. 4 hours അടുത്തെത്ത്. വി ആർ ഗോയിങ്. എക്സിറ്റ് കൂടെ ഇറങ്ങുന്ന സമയത്തും കുറച്ച് പേരൊക്കെ കയറുന്നുണ്ട് കേട്ടോ. ദിസ് ഈസ് സ്റ്റിൽ 2 o'clock. അതുകൊണ്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും, ഹോളിഡേയും കൂടെ ആയതുകൊണ്ട്. ഒരു ഗീലിയുടെ കാറൊക്കെ വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേക്ക്. ഗീലി. ഇതാണ് നമ്മുടെ ഗ്ലോബൽ വില്ലേജ്. ഒരു നൈറ്റ് വ്യൂ. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ എൻഡ് ഓഫ് ചെയ്യുവാണ്. ടാറ്റാ. നോഗു ടാറ്റാ. ടാറ്റാ.